എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത സമയത്ത് എൻ്റെ അപ്പം കരിഞ്ഞു പോയി. കരിഞ്ഞല്ല, ഭയങ്കരമായിട്ട് ഞാൻ സിമ്മിലിട്ടിരുന്നു കേട്ടോ, ഡ്രൈ ആയിപ്പോയത്. സാരമില്ല, എനിക്ക് അങ്ങനെയുള്ള അപ്പം കേട്ടോ കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുട്ട് തീരാറായി കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് കുറേ ആയിരുന്നു. അപ്പോൾ എൻ്റെ ട്രൈപ്പോഡ് ഒടിഞ്ഞു കേട്ടോ. അതുകൊണ്ട് എൻ്റെ കയ്യിലൊരു ചെറിയൊരു സ്റ്റാൻഡ് മാത്രമുള്ള വീഡിയോ എടുക്കാൻ. അതാണ് നിങ്ങളിപ്പം ലോങ് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ ആവുന്നത്. ഞാൻ വിചാരിച്ചു ഇന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊരു വീഡിയോ എടുക്കണം എന്ന് കേട്ടോ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പപ്പയ്ക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കേട്ടോ അപ്പം. ദോശയും ഇഡലി കാര്യങ്ങളൊന്നും വലിയ അങ്ങോട്ടൊന്നും പോകത്തില്ല. അപ്പം അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനായാലും പപ്പയ്ക്കായാലും അപ്പം കേട്ടോ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിക്കാമേ. ഉണ്ടായിരുന്നു നല്ല അടിപൊളി ആവി പറക്കുന്ന നല്ല സോഫ്റ്റ് അപ്പം കേട്ടോ. നല്ല കാണിച്ചു തരാൻ കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പോൾ. തീരാറായി, ഇനി ഒരു 3-4 എണ്ണത്തിനോടുള്ളതേ ഉള്ളൂ. ഇന്നലെ അമ്മച്ചി വന്നപ്പോൾ 3-4 കരിക്ക് കൊണ്ട് തന്നായിരുന്നേ. അപ്പം ആ കരിക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു അപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പം ആ കരിക്ക് അരച്ചുകൊണ്ടാന്ന് തോന്നുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ ഇന്ന് കിട്ടിയേക്കുന്നത്. അപ്പം അപ്പത്തിനോട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നേ ഉള്ളൂ. എല്ലായിടത്തും ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇവിടെയൊക്കെ അപ്പത്തിന് കൂടുതലായിട്ട് ആ ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ പപ്പയ്ക്കൊക്കെ ഓരോ കറികൾ കൂട്ടി കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം അപ്പം ആ ചമ്മന്തി കൂട്ടി കഴിക്കാനാണ്. പണ്ട് നാൾ മുതലേ അവരങ്ങനെ അപ്പത്തിൻ്റെ കൂടെ ആ ഒരു ചമ്മന്തി ആയിരുന്നു. എനിക്ക് അപ്പത്തിൻ്റെ കൂടെ എനിക്ക് മറ്റേ ഭയങ്കര എരിയൊന്നും ഇല്ലാതെ ഈ സ്റ്റൂ പോലുള്ള കറികളൊക്കെ ഉണ്ടല്ലോ, എനിക്കതാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ അവർക്കൊക്കെ അതിഷ്ടമായതുകൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേന് എന്താ പറയുക, അപ്പം കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്ക് പോയിട്ട് തേങ്ങയൊക്കെ തിരുമ്മി വെക്കണം. അപ്പോൾ ഇവിടെ ആവുന്ന സമയത്ത് ഞാൻ പോയി ചമ്മന്തിയുടെ പരിപാടിയും കൂടെ നോക്കാമെന്ന് കരുതി. തേങ്ങ ഞാൻ പറഞ്ഞില്ലേ കരിക്ക് കൊണ്ടുവന്നെന്ന്, അത് അരയ്ക്കുന്ന പരുവമായി കേട്ടോ. മീൻസ് തേങ്ങ ആവാറായി, ഭയങ്കര കരിക്കാന്നല്ല, ഒരു അരയ്ക്കുന്ന പരുവമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു തേങ്ങ തന്നെ എടുത്ത് നമ്മൾ ചമ്മന്തി ആക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു തേങ്ങ എടുത്ത് ചമ്മന്തി ആക്കാം. അപ്പോൾ ഞാൻ തേങ്ങ തിരുമട്ടെ. ഞാൻ പറഞ്ഞില്ലേ തേങ്ങയല്ല കരിക്കുമല്ല, ആ ഒരു പരുവമാണ്. അപ്പോൾ ഇന്നലെ പപ്പ ഇതെല്ലാം പൊതിച്ച് വെച്ചപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് ഇതും കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വെള്ളം മൊത്തം പോകുന്ന ഗ്ലാസ് എടുത്തിട്ട് നല്ല തേങ്ങ വെള്ളം കേട്ടോ. മറ്റേ എറുത്തടിക്കത്തില്ലേ, ഒരു വൈബ്രേഷൻ പോലെ കരിക്ക് കുടിക്കും, ആ സംഭവമൊക്കെ ഉണ്ട്. അച്ചാ കരിക്കും വെള്ളം വേണോ? കുറച്ചുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ്. അപ്പം ഞാൻ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി ഒരു 2-3 കൊച്ചുള്ളിയും കൂടെ പൊളിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി ഇതിന് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഞാൻ ഒരു ഉണ്ടമുളകേ എടുത്തിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ഇതിൻ്റെ 3 എണ്ണം ഇട്ട് ഞാൻ ചമ്മന്തി അരച്ചിട്ട് ഭയങ്കര എരിയായിരുന്നു. അതുകൊണ്ട് ഒരെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഇത് കറക്റ്റ് അരകല്ലേ ചതയ്ക്കുന്ന കേട്ടോ നല്ലത്. കാരണം എന്ന് വെച്ചാൽ മിക്സിക്കകത്താണെങ്കിൽ കൂടുതൽ അരഞ്ഞു പോകും. ഇതൊന്ന് ചതച്ച പരുവാവേ ചെയ്യാവൂ. അപ്പോൾ ഞാൻ ശരിയാവോ ഇല്ലയെന്ന് അറിയത്തില്ല. ഞാനൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി എടുക്കാൻ പോവാം. ആദ്യം ഈ സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് തേങ്ങയും കൂട്ടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഉണ്ടമുളക്, ചുമന്നുള്ളി, പിന്നെ ഈ മറ്റേ കയ്യിൽ കിടക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കാമേ.
ദാണ്ടേ ഞാൻ ഇങ്ങനെ ഒന്ന് ചായച്ചടിച്ചിട്ടുണ്ട്. ഇതും ചതഞ്ഞത് കൂടിപ്പോയി കേട്ടോ, ഇത്രയും വേണ്ട. പക്ഷെ തുറന്നപ്പോഴത്തേന് ഭയങ്കര മുളകിൻ്റെ മണം. വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ എരി ഉണ്ടായതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് മുളക് പൊടി ഇടുന്നില്ല, ഇത്രയും കളറ് മതിയേ. ഈ ചമ്മന്തിയുടെ പ്രത്യേകത നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിൽ തന്നെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കരിയാപ്പല, നല്ല രീതിയിൽ കരിയാപ്പലയൊക്കെ ഇട്ട്, വറ്റൽമുളക് ഉണ്ട്, 2 വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറ്റൽമുളകൊന്നും ഇടുന്നില്ല. വെളിച്ചെണ്ണ ചൂടായില്ല. പൊട്ടട്ടായിരുന്നു. ഒരു കളറില്ലെങ്കിലും നല്ല എരിയുണ്ട് കേട്ടോ. മറ്റേ എന്തുവാ നമ്മുടെ ഉണ്ടമുളകിൻ്റെ മണം ഉണ്ടി നിൽപ്പുണ്ട്. ഞാൻ ചിലപ്പോൾ മുളകൊന്നും ഇല്ല, ഉണ്ടമുളകൊന്നും ഇല്ല, അല്ലെങ്കിൽ കാന്താരി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുളക് പൊടി ഇടും കേട്ടോ. കാന്താരി ആണെങ്കിലും ഞാൻ ഇച്ചിരി മുളക് പൊടി ഇടും. ഇത് നല്ല ചുമന്ന മുളകായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് മുളക് പൊടി ഒന്നും ചേർക്കാഞ്ഞ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചിക്കി തോത്തി എടുക്കണം. അതെ, അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. അങ്ങ് ഒരുപാട് ഡ്രൈ ആക്കി കളയേണ്ട, ഈ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ നിരത്തിയിട്ടുണ്ട്. അപ്പം കൈയോടെ നമുക്കിത് കഴുകി വെച്ചിട്ട് കാണാമേ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. നിഷു നേരത്തെ എഴുന്നേറ്റു. ഇസുവിൻ്റെ മാലയൊക്കെ ഒന്ന് കാണിച്ചേ. ഇസുവിൻ്റെ മാലയൊന്ന് കാണിച്ചേ, എത്ര മാലയുണ്ടെന്ന് പറ. ഇങ്ങനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വെച്ച് കാണിക്കോ. കണ്ടോ, 1, അടുത്തേ 2, അടുത്തേ 3. നോക്കട്ടെ, ഇതാര് വാങ്ങി തന്നതാ ഈ മാലയൊക്കെ? ഏടാ ഡാ, ആര് വാങ്ങി തന്ന ഈ മാലയൊക്കെ? ഗീതമ്മയാണോ? ഗീതമ്മ വാങ്ങി തന്നെയാന്നോ? ഇവള് വളയൊന്നും ഇടത്തില്ലേ, പക്ഷെ അവൾക്ക് ഏറ്റവും കൂടുതൽ ക്രേസ് മാലയോടാ. എത്ര മാല കിട്ടിയാലും അവൾക്ക് ഇങ്ങനെ അത് ഒരുമിച്ച് കഴുത്തേൽ ഇടണം. ഏറ്റവും കോമഡി, എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളിത് ഊരി വെക്കുന്നത് അവൾക്ക് പ്രാന്തങ്ങളവും. സുനു, മാല ഇഷ്ടമാണോ? വള ഇഷ്ടമാണോ? വള ഒന്ന് ആണ്ടേ, കയ്യിൽ ഒരു വള പോലും കിടക്കാൻ സമ്മതിക്കത്തില്ല, അപ്പം തന്നെ ഊരിക്കളി. പക്ഷെ മാല അപ്പം തരട്ടെ? തരട്ടെ? ഇവളുടെ വിചാരം ഇത് ജെംസ് ആന്നാ കേട്ടോ, ജെംസ് മുട്ടായി ആന്നാ. കഴുത്തെ തൂക്കി ഇങ്ങനെ എല്ലാവരോടും ചോദിക്കും, വേണോ ജെംസ് മുട്ടായി, വേണോ ജെംസ് മുട്ടായി വേണോന്ന്. അമ്മയ്ക്കൊരു ജെംസ് മുട്ടായി താ. സൂപ്പറായിട്ടുണ്ട്. ഇനി മോനൊരെണ്ണം തിന്നെ. മതി മതി മതി, അമ്മയ്ക്ക് മതി. സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മതിയേ, അമ്മയ്ക്ക് മതി. മോൻ തിന്നോ ഇനി? അമ്മയ്ക്ക് വേണ്ടിനി. ഇന്നാ തരാം. അവൾ എൻ്റെ കയ്യിൽ തരുവാ കേട്ടോ, ഞാൻ വായിലിട്ട് കൊടുക്കാൻ പോകുന്നു. ഇതുപോലെ അമ്മ പാപ്പ വാരി കുഞ്ഞിൻ്റെ വായിൽ തരട്ടെ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒറ്റ ഒരെണ്ണ ഇട്ടിട്ടുള്ളതിലും നല്ല എരിയുണ്ട്, നല്ല ഫ്ലേവറും ഉണ്ട്. എനിക്കാണല്ലേ അപ്പം ഈ ഓരോ വ്ളോഗേഴ്സ് അത് ഉണ്ടാക്കി അതിങ്ങനെ കഴിച്ച് കാണിക്കത്തില്ലയോ. അപ്പം ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ കഴിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ തന്നെ തിന്നിട്ട് നിങ്ങളോട് കൊള്ളാമെങ്കിൽ അടിപൊളി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തിന്നുമ്പോൾ എനിക്ക് എന്തോ ഒരു
എന്തോ പറയുന്നത്, എനിക്ക് എന്തോ പോലെ കേട്ടോ. അതാ ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ചൊന്നും കാണിക്കാത്തത്. പക്ഷെ ഇത് സീരിയസ്ലി നല്ല ടേസ്റ്റുണ്ട്. ഇത് പോയി തിന്നട്ടോ. 2 അപ്പം എടുത്തിട്ടുണ്ട്, കഴിച്ചു. ഇങ്ങനൊക്കെ കട്ടി എടുത്ത് വെക്കുന്നതിന് ഒരു കവറിനകത്തോട്ട് വാരിയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇത് ചാളയാകട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്ത് വരുന്ന വൃത്തിയാക്കും. ചെതുമ്പലുള്ള മീനായതുകൊണ്ടല്ല ഇവിടെ എല്ലാം തെറിച്ചിട്ടാൽ പിന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ നടക്കണം. ട്രൈപോഡൊന്നും മുറ്റത്തോട്ട് എടുത്തുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ മീൻ വൃത്തിയാക്കിയിട്ട് കാണാമേ. അപ്പം ഞാൻ മീനൊക്കെ വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മീൻ തോരനാണ് വെക്കുന്നത്. ഈ കുഞ്ഞു ചാളയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മണവും ഗുണമൊന്നും കാണത്തില്ല. തോരനാകുമ്പോൾ വലിയ കുഴപ്പമില്ല ഇരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ കുറച്ച് ചെറുതായിട്ടാട്ടോ അരിഞ്ഞിടേണ്ടത്. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുളി, കരിവേപ്പില, ഇഞ്ചി, പിന്നെന്താ ഉപ്പ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മുളകും കൂടെ അരിഞ്ഞിട്ടിട്ടാട്ടോ മിക്സ് ചെയ്യേണ്ടത്. ഞാനങ്ങനെ മുളക് അരിഞ്ഞിട്ടിട്ട് മിക്സ് ചെയ്യാൻ നിന്നാൽ എൻ്റെ കൈ പിന്നെ ഞാൻ ഉപ്പിലിട്ട് വെക്കേണ്ടി വരും. എനിക്ക് മുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ എരിഞ്ഞ് ചാവും കേട്ടോ. അതാണ് ഞാനിങ്ങനെ കത്രികയും കൊണ്ട് അരിഞ്ഞിടുന്നത്, അല്ലാതെ ഷോ കാണിക്കൊന്നും അല്ല കേട്ടോ. പിന്നെ കുറച്ചധികം കരിയാപ്പില എല്ലാം കൂടി ഇട്ട് ആവശ്യത്തിനെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് പറ്റിച്ചെടുത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് കലത്തിലെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് ഞാനതങ്ങ് കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റും കേട്ടോ. പിന്നെ രണ്ടാമത്തെ വെള്ളം തിളപ്പിച്ചാണ് ഞാൻ ചോറിന് വേണ്ടിയിട്ട് വെക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തീ കത്തിച്ച് അടപ്പിൽ വെള്ളം വെക്കും കേട്ടോ. പക്ഷേ തീ കത്താനുള്ള പാടുകൊണ്ട് എൻ്റെ വെള്ളം ഒരു കാലത്തും തിളയ്ക്കത്തില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടൊക്കെ കേട്ടോ ഞാൻ ഒരു കലം വെള്ളം തിളപ്പിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ തീയും അങ്ങ് പൊക്കോളും. പിന്നെ ഞാൻ വന്നിട്ട് ഒന്നേന്ന് തീ കത്തിക്കേണ്ട ഗതി കേട്ടോ. അതുകൊണ്ട് 1 മണിയായാലും ചോറ് വേവില്ല. മീൻ തോരനൊക്കെ അടപ്പ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പാർ വെക്കാം. സാമ്പാറും മീൻ തോരനും അല്ലെങ്കിൽ പീര പറ്റിച്ചത്. ഞാൻ മീൻ തോരൻ എന്നാട്ടോ പറയുന്നത്. സത്യത്തിൽ ഇതിന് പറയുന്നത് മീൻ പീര പറ്റിച്ചതെന്നാ. പപ്പയും മമ്മി നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ മീൻ പീര പറ്റിച്ചു. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ എനിക്ക് തോരനേ വരത്തുള്ളൂ. അപ്പം അത് അടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒഴിക്കാനായിട്ട് സാമ്പാർ വെക്കാം. സാമ്പാറും അത് നല്ല കോമ്പിനേഷനാണ്. പിന്നെ രസവും അത് നല്ല കോമ്പിനേഷനാണ്. പിന്നെ വെറുമ്പുളി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, അതും മീൻ തോരന് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ കുറേ പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പാർ വെക്കാം. കുറച്ചേ വെക്കുന്നുള്ളൂ കേട്ടോ. ഈ സാമ്പാറിന് ഒത്തിരി കഷ്ണങ്ങളുള്ള എല്ലാം കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. കുറച്ച് കഷ്ണങ്ങൾ, എന്താ ഒരു കായ്, കുറച്ച് ഈ ഒരു അമരയ്ക്ക എനിക്ക് അല്ലാതെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ സാമ്പാറിനകത്ത് ഈ അമരയ്ക്ക ഉണ്ടെങ്കിലേ സാമ്പാറിനൊരു ഗും കിട്ടത്തുള്ളൂ. അപ്പം കുറച്ച് അമരയ്ക്ക, പിന്നെ ക്യാരറ്റ് വേണം, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു വഴുതനങ്ങ. അടുപ്പിൽ ഞാൻ ചിരട്ട എടുത്ത് വെച്ച കേട്ടോ, അതിൻ്റെ സൗണ്ടാണ്. ഒരു വഴുതനങ്ങ, പിന്നെ വെണ്ടയ്ക്ക സാമ്പാറിന് വേണം. ഒരു 2-3 വെണ്ടയ്ക്ക, പിന്നെന്താ കുറച്ച് വെള്ളരി, പച്ചമുളക്, പിന്നെ ഇച്ചിരി ചേനയും, ഒരു ഉരുളക്കിഴങ്ങും, 2 ഉള്ളിയും, തക്കാളിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഒരു സാമ്പാറിന് സെറ്റ്. ഞാൻ ബാക്കിയോടെ പറക്കി എടുക്കട്ടെ. ഇതാണ് കൊണ്ടുപോയി ഫ്രിഡ്ജ് വെച്ചിട്ട് വരാം. ഞാൻ അപ്പം ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് അരിയിട്ട കേട്ടോ. ഞാനങ്ങനെ പരിപ്പ്, നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു 3-4 വിസിൽ വരെ വേവിക്കും കേട്ടോ. എന്നിട്ട് അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് കടുവും കൂടെ വറുത്തെടുക്കും. ഇതാട്ടോ എൻ്റെ സിമ്പിൾ സാമ്പാർ. ഞാൻ സാമ്പാറിനകത്ത് തക്കാളി ഇടാറേ ഉള്ളൂ. പ്രത്യേകിച്ച് പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കാറില്ല കേട്ടോ. എനിക്ക് സാമ്പാറിലൊന്നും ഒരുപാട് പുളിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷേ വെട്ടിക്കല മമ്മിക്കൊക്കെ നല്ല പുളി വേണം. എനിക്ക് അത്രയും പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പുളി ഇടത്തില്ല. തക്കാളി 1-2 തക്കാളി എടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കടുവും കൂടെ വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തേന്, അതായത് ഉച്ചയ്ക്ക് ചോറിന്, രാത്രി ചോറിന്, പിറ്റേന്ന് രാവിലെ കാപ്പിക്ക്, പിറ്റേന്ന് ഉച്ച വരെ അങ്ങനെയൊക്കെ കാണും കേട്ടോ. അപ്പം ഒരു വെടിക്ക് 2-3 പക്ഷി എന്ന് പറയുന്ന പോലാണ് സാമ്പാർ
സാമ്പാർ വെച്ചാലുള്ള ഗുണങ്ങൾ. പിന്നെ എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടം കേട്ടോ. സാമ്പാർ എനിക്കിങ്ങനെ ചൂടോടെ കോരി കുടിക്കാനൊക്കെ ഇഷ്ടമാണ്. സ്പൂണിൽ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് കുടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേനും നമ്മുടെ മീൻ തോരനൊക്കെ രാവിലെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് സാമ്പാർ, മീൻകറി, മീൻ തോരന്, മാങ്ങ അച്ചാർ. ഇസ് ഇത് എന്തുവാ സാധനം? എന്തോ തിന്നുന്നേ? ഗീത ചേച്ചിയുടെയൊക്കെ കരിക്കേന്ന് പോലും തെങ്ങേന്ന് ഒരു കൊല കരിക്ക് തന്നെ നടന്നു പോയി കേട്ടോ. അപ്പം അതിൽ നിന്ന് 2 തന്നപ്പം കരി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്